ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ അറിയുവാനിടവരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോണിൽ അവരുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടവരും. പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടവരും. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ 3 സഹോദരിമാരെ കുറിച്ചാണ്. യേശുവിൽ നിന്ന് അത്ഭുതം സ്വീകരിച്ചവർ, വിടുതൽ സ്വീകരിച്ചവർ, കർത്താവിലുള്ള വിശ്വാസം, കർത്താവിലുള്ള ആശ്രയം, അത് മുഖാന്തരമായി ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടായവർ 3 സഹോദരിമാർ. ആ 3 സഹോദരിമാരുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രഥമമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പഴയ നിയമത്തിലെ അത്ഭുതത്തിന് സാക്ഷിയായ ഹന്നയുടെ ചരിത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് ഹന്നയുടെ ചരിത്രം കാണുവാൻ കഴിയുന്നുണ്ട്. ഹന്ന ഒരു പ്രാർത്ഥനാ വീരയായിരുന്നു. പ്രാർത്ഥനയിലൂടെ അവൾ കർത്താവിൽ നിന്ന് അത്ഭുതം സ്വീകരിക്കുവാനിടയായി. എഫ്രീം മലനാട്ടിൽ എൽക്കാന എന്ന് പറയുന്നൊരു പുരുഷനുണ്ടായിരുന്നു. തനിക്ക് 2 ഭാര്യമാർ ഉണ്ട് എന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലമല്ലേ, ചിലപ്പോൾ 2-ലധികം ഭാര്യമാർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചരിത്ര പുസ്തകത്തിൽ ബൈബിളിൽ 2 ഭാര്യമാരുടെ പേരാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെനീന എന്നൊരു ഭാര്യ, ഹന്ന എന്നൊരു ഭാര്യ. ഇവർ 2 പേരും എൽക്കാനയുടെ ഭാര്യമാരായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ ഹന്ന മക്കളില്ലാത്തവളായിരുന്നു, മച്ചിയായിരുന്നു. വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ആ ശൂന്യതയെ അവൾ എങ്ങനെയാണ് നേരിട്ടത്? അവളുടെ ജീവിതത്തിൽ മക്കളില്ല എന്ന അവസ്ഥയെ അവൾ എങ്ങനെയാണ് നേരിട്ടത്? പ്രാർത്ഥനയിലൂടെയാണ് നേരിട്ടത്. മക്കളില്ല എന്നത് അവൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. എന്നാൽ അതോടൊന്നിച്ച് തന്നെ അവൾ നേരിട്ട ആന്തരികമാകുന്ന മുറിവുകളുണ്ട്. അവൾ നേരിട്ട പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ നടുവിൽ തന്നോടൊന്നിച്ച് സഹതപിക്കുവാനോ തന്നെ ആശ്വസിപ്പിക്കുവാനോ മറ്റുള്ളവർ തയ്യാറായില്ല. അനുഗ്രഹിക്കപ്പെട്ടവർ ഇവളെ വീണ്ടും മുറിപ്പെടുത്തുവാൻ തയ്യാറായി. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. പെനീന അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പെനീന ആ കുടുംബത്തിൽ ഐശ്വര്യത്തിൻ്റെ അടയാളമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. തലമുറകളാൽ അനുഗ്രഹിക്കപ്പെട്ട ആ ഭാര്യ മക്കളില്ലാത്ത ഹന്നയെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ അതിന് പകരമായിട്ട് അവളൊരു പ്രതിയോഗിയായി തീർന്നു. ഹന്നയ്ക്കൊരു പ്രതിയോഗിയായി തീർന്നിട്ട് ഹന്നയെ വ്യസനിപ്പിച്ചു, മുഷിപ്പിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശേഷിച്ച് ഹന്ന എല്ലാ വർഷവും ആലയത്തിലേക്ക് പോകുമായിരുന്നു. അവൾ ആലയത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതിയോഗി അവളെ വ്യസനിപ്പിച്ച് മുഷിപ്പിക്കുവാനിടയായത്, മുറിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഈ വർഷവും നീ ആലയത്തിലേക്ക് പോവുകയാണ്, നിനക്ക് മക്കളെ കിട്ടുന്നു കാണട്ടെ. കുറേ വർഷമായി നീ പോയി പ്രാർത്ഥിക്കുകയല്ലേ, നിനക്ക് മക്കളെ കിട്ടുന്നു കാണട്ടെ. ഇതേ നിലവാരത്തിൽ ചിലപ്പോൾ നിങ്ങളെ നോക്കിയും പലരും വിരൽ ചൂണ്ടി നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ സ്തോത്രം പറയാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, ഒന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് കാണട്ടെ, മാറ്റം വരുന്നതെന്ന് കാണട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. നോക്കിയിരിക്കുന്ന പലരുമുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ മുൻപിൽ നിങ്ങളുടെ ശരികളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ അധികം സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യവുമില്ല. നിങ്ങൾ ദയവായിട്ട് നിശബ്ദമായിരുന്നു കൊണ്ട് അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർത്താവ് തൻ്റെ നീതി നിങ്ങളിലൂടെ അവരുടെ മധ്യയെ വെളിപ്പെടുത്തും. തക്ക സമയത്ത് അത്ഭുതങ്ങളിലൂടെ കർത്താവ് തൻ്റെ ശക്തി അവരുടെ നടുവിൽ വെളിപ്പെടുത്തി നിങ്ങളെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. ഹന്ന ഇതിനെ നേരിട്ടത് എങ്ങനെയാണ്? ഹന്ന നേരിട്ടതിനെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അവൾ തൻ്റെ ഭാഗം നീതീകരിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടില്ല. അവൾ വാക്കുകൾ കൊണ്ട് പ്രതിയോഗിയോട് തിരിച്ചടിച്ചില്ല. ആ ഭവനത്തിനകത്ത് മുഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരു യുദ്ധം നടത്തുവാൻ ഹന്ന തയ്യാറായില്ല. മാത്രവുമല്ല, വളരെ അത്ഭുതകരമാകുന്നൊരു കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്വന്തം ഭർത്താവിനോട് പോലും അവൾ ഈ കാര്യങ്ങൾ പറയുവാൻ തയ്യാറായില്ല. കാരണം ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇങ്ങനെ വ്യസനവും മുഷിവും വന്നപ്പോൾ അവിടെ ഹന്ന പട്ടിണി കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഹന്നയുടെ ഭർത്താവാകുന്ന എൽക്കാന അവളോട് ചോദിക്കുകയാണ്, നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ എന്തിന് കരയുന്നു? നീ എന്തിന് വ്യസനിക്കുന്നു? കാരണം എന്താണ്? ഇവൾ ഈ കാര്യങ്ങൾ ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമായിരുന്നില്ല. നീ എന്തിനു വ്യസനിക്കുന്നു എന്ന് ചോദിക്കുമായിരുന്നില്ല. അവൾ പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുവാൻ പോകുന്നത്? ഒരു വലിയ സംഘർഷം കൂടെ ഉണ്ടാകുവാനിട വരും. ഒരു കുടുംബ പ്രശ്നമായി അത് തീരും. പ്രത്യേകിച്ചും
എൽക്കനയ്ക്ക് ഹന്നയോട് പ്രത്യേകമാകുന്ന സ്നേഹമുണ്ട്. വിശേഷമാകുന്ന ഒരു പ്രീതിവാത്സല്യം ഹന്നയോടുണ്ട്. ഹന്ന എൽക്കാനയ്ക്ക് പ്രിയപ്പെട്ടവളാകുന്നു. ഹന്ന മുറിയപ്പെടുന്നു. പെനീന മുഖാന്തരമായി ഹന്ന വേദനിക്കുന്നു, മുറിയപ്പെടുന്നു, മുഷിവ് നേരിടുന്നു എന്ന് എൽക്കാന അറിയുവാനിടയായാൽ ആ വീട് ഒരു നരകമായി തീരും. അടി, പിടി, ബഹളം. അത് തിരിച്ചറിഞ്ഞാണ് ഹന്ന ദൈവവചനപ്രകാരം പ്രതികരിക്കുന്നത്. അവൾ അതാരോടും പറഞ്ഞില്ല. തൻ്റെ വേദനകൾ, തൻ്റെ ദുഃഖങ്ങൾ, തൻ്റെ മുറിവുകൾ അതാരോടും പറയാതെ അതെല്ലാം വന്ന് ദൈവസന്നിധിയിലാണ് അവൾ പകരുന്നത്. നമുക്കുണ്ടാകുന്ന മുറിവുകൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, ആ വേദനകൾ പങ്കുവയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. ആ വേദനകളുടെ പരിണിത ഫലമായിട്ട് നാട്ടിലെല്ലാവരെയും വിളിച്ച് ഫോണിലൂടെ എന്നോട് ആ ആൾ ഇങ്ങനെ ചെയ്തു, എന്നെ ആ വ്യക്തി ഇങ്ങനെ മുറിപ്പെടുത്തി എന്ന് പറയരുത്. നിങ്ങളത് പറയുന്നതും മുഖാന്തരമായി കേൾക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലവും മലിനപ്പെടുവാനിട വരും. അദ്ദേഹത്തിനും ആ പറഞ്ഞ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണകൾ, സംഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുവാനിട വരുമ്പോൾ അദ്ദേഹവും മലിനപ്പെടുകയാണ്. പലരും അവർ അനുഭവിച്ച വേദനകളും മുറിവുകളും പലരോടും പങ്കുവെച്ച് പലരെയും മലിനപ്പെടുത്തുകയാണ്. ഒരിക്കലും അരുത്. അതിനു പകരമായിട്ട് ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാണ് നിങ്ങൾ പകരേണ്ടത്. ദൈവസന്നിധിയിൽ ഇവ പകരുകയാണെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. നാം നേരിടുന്ന വേദനകൾ, നാം നേരിടുന്ന മുഷിവുകൾ, നാം നേരിടുന്ന മുറിവുകൾ, ഇവ മനുഷ്യരുടെ മുൻപിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ അവർക്ക് പോലും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഇവ പങ്കുവയ്ക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ മുറിവുകളെ സൗഖ്യമാക്കുവാനിട വരും. ഹന്നയുടെ മുറിവുകൾ, അവൾ എല്ലാ വർഷവും ദൈവസന്നിധിയിൽ പോയി അവളുടെ ഹൃദയം പങ്കുവയ്ക്കുന്നതിനാൽ ആ വർഷത്തിൽ ഒരിക്കൽ ആലയത്തിൽ പോകുന്നു എങ്കിൽ പോലും ദിനംതോറും അവൾക്കൊരു പ്രാർത്ഥനാ സ്വഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാൽ ദിനംതോറും അവൾ അനുഭവിക്കുന്ന മുറിവുകളും ദുഃഖങ്ങളും ദൈവസന്നിധിയിൽ പകരുന്നതിനാൽ ഓരോ ദിവസവും അവളുടെ മനസ്സിന് സൗഖ്യം വന്നുകൊണ്ടിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഈ നിലയിലൊരു സൗഖ്യം നടക്കാത്തതിനാൽ അനേകരുടെ മനസ്സ് മുറിയപ്പെട്ട മനസ്സായി തുടരുകയാണ്. വർഷങ്ങളായിട്ടുള്ള അവരുടെ മുറിവുകളും വേദനകളും എല്ലാം മനസ്സിനകത്ത് ഡിപ്പോസിറ്റഡ് ആണ്. അത് കൂട്ടിവെച്ചിരിക്കുകയാണ്. അത് മുഖാന്തരമായി പെട്ടെന്ന് അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. ഒരിക്കലും പറയുവാൻ ആഗ്രഹിക്കാത്ത പ്രസ്താവനകൾ അവർ വിളിച്ചു പറയുന്നു. ആരോടൊക്കെ അവർക്ക് വിരോധമുണ്ടോ അവരെക്കുറിച്ചെല്ലാം തെറ്റായ പ്രചരണം നടത്തുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. അരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പോലും തടയപ്പെടുവാനിട വരും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തടയപ്പെടുവാനിട വരും. എതിരാളി അതിൻ്റെ നടുവിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയുടെ വേഗതയെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ചയെ തടസ്സപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതിനു പകരമായി ഹന്ന സ്വീകരിച്ച സമീപനം തന്നെ സ്വീകരിക്കുക. ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും സാരമില്ല. പെനീനയ്ക്ക് നിങ്ങളെ മനസ്സിലായില്ല, എൽക്കാനയ്ക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഹന്ന വന്ന ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആലയത്തിലുള്ള പുരോഹിതനും ഹന്നയെ മനസ്സിലായില്ല. ആലയത്തിൽ വന്ന ഹന്ന പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലും അവളുടെ അധരം മാത്രമേ ചലിച്ചുള്ളൂ. അവൾ വലിയ വായിൽ നിലവിളിച്ച് നാട്ടുകാരെല്ലാം കേൾക്കുകയല്ല പ്രാർത്ഥിച്ചത്. ആ പെനീന എന്നോട് അതെല്ലാം ചെയ്തു, എന്നെ മുറിപ്പെടുത്തി, എന്നെ വ്യസനിപ്പിച്ചു, എന്നെ മുഷിപ്പിച്ചു എന്നൊന്നും വലിയ വായിൽ അവൾ വിളിച്ചു പറഞ്ഞില്ല. ഞാൻ കരുതുന്നത് പെനീനയെക്കുറിച്ചുള്ള മുറിവുകൾ കൂടെ പകർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവളുടെ അധരം മാത്രമാണ് ചലിച്ചുകൊണ്ടിരുന്നത്. അധരം മാത്രം ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതനും തന്നെ തെറ്റിദ്ധരിക്കുവാനിടയായി. അനേകർ ആത്മാർത്ഥതയുള്ളവരെ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പലരും തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു. നിങ്ങളെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല. സാരമില്ല. അതിൻ്റെ നടുവിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ആരെയും നിങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമം നടത്തേണ്ട കാര്യമില്ല. മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തേണ്ട കാര്യമില്ല. കർത്താവ് തൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ അതിൻ്റെ നടുവിൽ ഉയർത്തുവാനും അംഗീകാരത്തിൻ്റെ നടുവിൽ നിങ്ങളെ എത്തിക്കുവാനും വിശ്വസ്തനാണ്. ഹന്ന തൻ്റെ ശരികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. താൻ ലഹരി പിടിച്ച് മദ്യപിച്ച് ആലയത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ പുരോഹിതനുണ്ടായപ്പോൾ പുരോഹിതനോട് മാത്രം അവൾ പറയുകയാണ്, ഞാൻ ഈ പറയുന്നത് പോലെ ലഹരി പിടിച്ചൊരാളല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ എൻ്റെ വേദന ദൈവസന്നിധിയിൽ പകരുകയാണ്.
അങ്ങനെ പറഞ്ഞപ്പോഴാണ് പുരോഹിതന് തന്നെ മനസ്സിലാകുകയും പുരോഹിതന്റെ അധരത്തിൽ നിന്ന്, ഏലിയുടെ അധരത്തിൽ നിന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവാനിടയായ ദൈവത്തിന്റെ ശബ്ദമാണ് പുറപ്പെട്ടത്. ഏലി പറഞ്ഞു, സമാധാനത്തോട് പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. ഏലി പറയുകയാണ്, നീ സമാധാനത്തോട് പോകുക. അവന് മനസ്സിലായി ഇവളുടെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥനയാണ്, മൂർച്ചയുള്ള പ്രാർത്ഥനയാണ്. കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നു. അധരത്തിലൂടെ, പുരോഹിതന്റെ അധരത്തിലൂടെ ദൈവത്തിന്റെ ഒരു വചനം പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം, ആ വചനം പുറപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ പരിണിത ഫലമായിട്ട് ഹന്നയിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ വഴിക്ക് പോയി, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുഖത്തിന്റെ വാട്ടവും നിരാശയും ക്ഷീണവും മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണത് മാറുവാൻ പോകുന്നത്? ദൈവത്തിന്റെ വചനത്തിലൂടെ. ഒരു വചനം ലഭിച്ചാൽ മതി. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയാണ്. തൻ്റെ മുറിവുകൾ സൗഖ്യമാകണം, തനിക്കൊരു കുഞ്ഞുണ്ടാകണം. ഏലി ഇപ്പോൾ പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ പോയിക്കൊള്ളുക. അവിടെ അവളുടെ വയറു വീർത്തില്ല, അവളുടെ ഉദരത്തിൽ കുഞ്ഞുരുവായില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അവൾക്കറിയാം, പുറപ്പെട്ട വചനത്തിന്റെ ശക്തി അത്ര വലുതാകുന്നതിനാൽ ഇനിയും വാട്ടമുള്ള മുഖത്തോടുകൂടെ ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ അവളുടെ മുഖം വാടുവാൻ ഇടയായില്ല. അതേ നിലവാരത്തിൽ കർത്താവ് നിങ്ങളിലും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവത്തിന്റെ വചനം, ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ളൊരു പരാമർശം വരുന്നത്. ആ വചനം നിങ്ങൾ സ്വീകരിച്ചാൽ മതി, ചാടി പിടിച്ചാൽ മതി. ആ വചനം മാത്രം മതി നിങ്ങളുടെ മുഖത്തിൻ്റെ ക്ഷീണം മാറിപ്പോകുവാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ ഉത്തരം ലഭ്യമാകുവാൻ ആ ദൈവത്തിൻ്റെ വചനം മാത്രം മതി. ഈ ലോകത്തിലെ ഉത്തരമില്ലാത്ത സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ഉത്തരമില്ലാത്ത സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എന്ന് പറയുന്നത്. ആ വചനം സ്വീകരിക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ വാട്ടം നീങ്ങിപ്പോയി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യത്തിൽ മുന്നേറുവാൻ കഴിയും. ഹന്ന അങ്ങനെ ചെയ്തതിനാൽ അവൾ പിന്നെ പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നില്ല, കരഞ്ഞു വിലപിക്കേണ്ടതായിട്ട് വന്നില്ല, നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ടതായിട്ട് വന്നില്ല. പകരം അവളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. അടുത്ത വർഷം അവൾ ശമൂവേലിനെ പ്രസവിച്ചു. അവളുടെ നിന്ന മാറിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരുടെയും നിന്ന മാറിപ്പോകുവാൻ പോകുന്നു. നിങ്ങളിൽ നിന്ന് ക്ഷീണവും നിരാശയും മാറിപ്പോകും. നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട അതേ സ്ഥാനത്ത് അംഗീകരിക്കപ്പെടുവാൻ പോകുന്നു. നിങ്ങൾക്കില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിങ്ങളെ നിന്ദിച്ചു. അവരുടെ മുൻപിൽ തന്നെ നിങ്ങൾക്കുണ്ട് ഉണ്ട് എന്ന് മറുപടി പറയുവാൻ തക്കവണ്ണമായി കർത്താവ് ഒരത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ഒരു ശമൂവേലിനെ നിങ്ങൾക്ക് തരുവാൻ പോകുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കുവാനിടവരട്ടെ. തലമുറകളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കൺസീവ്ഡ് ആകുവാനിടവരട്ടെ, ഗർഭം ധരിക്കുവാനിടവരട്ടെ. പുറപ്പെടുന്ന ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം സൃഷ്ടിക്കുവാനിടവരട്ടെ. ഹന്നയുടെ പ്രാർത്ഥന ഒരു അത്ഭുത പ്രാർത്ഥനയാണ്. ഞാൻ മുന്നോട്ട് പോകുന്നു. മറ്റൊരു സഹോദരിയെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള 12 വർഷം രക്തസ്രവത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സഹോദരിയും, പേര് പറഞ്ഞിട്ടില്ലാത്ത ആ സഹോദരിയും ഒരു അത്ഭുതം കർത്താവിൽ നിന്ന് സ്വീകരിച്ച ഒരു അത്ഭുത വനിതയാണ്. ആ സഹോദരി 12 വർഷമായി രക്തസ്രവത്താൽ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും നഷ്ടമാക്കി ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു നിർഭാഗ്യവതിയാകുന്ന സഹോദരിയായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഗുണമേന്മ നിങ്ങൾ ശ്രദ്ധിച്ചോ? 12 വർഷമായിട്ടും അവര് നേരിടുന്ന പ്രതിസന്ധി മുഖാന്തരമായിട്ട് നിരാശയുടെ അടിത്തട്ടിലേക്ക് പോകുകയോ മരിച്ചാൽ മതി, ഇനി ജീവിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയുകയോ ചെയ്യാതെ അവൾക്കൊരു സൗഖ്യമുണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് ഉള്ള സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു. ഇന്നത്തെ പ്രതിസന്ധി മാറുവാൻ പോകുന്നു. ഞാനിപ്പോൾ നേരിടുന്ന രോഗബന്ധനം അഴിയുവാൻ പോകുകയാണ്. എത്ര വർഷമാണ്? 12 വർഷം. പ്രിയമുള്ളവരെ, കർത്താവാകുന്ന യേശു ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തു. സംസാരിക്കാത്ത വ്യക്തി ഒരു സെക്കൻഡിനുള്ളിൽ സംസാരിക്കുവാനിടയായി. കണ്ണ് കാണാത്ത വ്യക്തി ശിലോഹ് കുളത്തിൽ ചെന്ന് കഴിഞ്ഞു. തൻ്റെ കണ്ണുകൾ കഴുകിയപ്പോൾ ഒരു നിമിഷം കൊണ്ട് തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. എന്നാൽ മറ്റ് ചില ഇടങ്ങളിൽ ഈ സഹോദരിയുടെ അനുഭവം ശ്രദ്ധേയമാണ്. ഈ സഹോദരി 12 വർഷമായി ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷം യേശു അവിടെ കടന്നു വരുമ്പോഴാണ് ഒരു സെക്കൻഡിനുള്ളിൽ അവളിൽ സൗഖ്യം വ്യാപരിക്കുന്നത്.
ചില കാര്യങ്ങൾ വൈകിപ്പോകുന്നു എന്ന് കരുതി നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്. ഇനി അത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ ഇടവരും. ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലല്ലോ എന്നതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്. നിങ്ങൾ സഹിഷ്ണുതയോടുകൂടെ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊടുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഒന്ന് തൊട്ടാൽ മതി, വലിയൊരു അത്ഭുതം നിങ്ങളിലേക്ക് വ്യാപരിക്കുവാനിടവരും. ചില കാര്യങ്ങൾ വൈകിപ്പോകുന്നതിന് അതിൻ്റെ പിന്നിലും കർത്താവിന് ചില പദ്ധതികളുണ്ട്. നാം എലിസബത്തിൻ്റെയും സെക്രിയാവിൻ്റെയും ചരിത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർക്ക് മക്കളില്ലായിരുന്നു. എത്രാം വയസ്സിൽ അവർ വിവാഹം കഴിച്ചതായിരിക്കാം? സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ സെക്രിയാവിൻ്റെ 20-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. ഇപ്പോൾ നല്ല വാർദ്ധക്യമായിരിക്കുന്നു, 10-80 വയസ്സുണ്ട്. 60-ലധികം വർഷങ്ങൾ താൻ കാത്തിരിക്കുവാനിടയായി. അന്ന് ആ ദൂതൻ ആലയത്തിൽ പ്രത്യക്ഷമായപ്പോൾ സെക്രിയാവിനോട് പറയുന്നത്, സെക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വളരെ രസകരമായിരിക്കുന്നു. 80 വയസ്സുള്ള ഈ സെക്രിയാവ്, ഏകദേശം 80 വയസ്സുള്ള സെക്രിയാവ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 60 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 60 വർഷങ്ങൾക്ക് ശേഷമായി വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷമായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ ദീർഘവർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നതിൻ്റെ കാരണം എന്താണ്? ഒരു പക്ഷെങ്കിൽ ജനിക്കുവാൻ പോകുന്ന ആ മകന്റെ പ്രത്യേകതയാണ്. ജനിക്കുവാൻ പോകുന്ന ഒരു സാധാരണ തോമസോ മത്തായിയോ അല്ല ജനിക്കുവാൻ പോകുന്നത്. ലോകചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുവാൻ സാധ്യതയുള്ള ഒരു മകൻ, യോഹന്നാൻ സ്നാപക യോഹന്നാനാണ് ജനിക്കുവാൻ പോകുന്നത്. അത്ര വലിയൊരു ഉത്തരം അവർക്ക് ലഭ്യമാകുവാൻ പോകുന്നത് കൊണ്ട് ദീർഘമായ ചില വർഷങ്ങൾ അവർ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങളിപ്പോൾ ചില പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് അതിനെ അതിജീവിക്കുവാൻ കഴിയാതെ നിങ്ങൾ അതിൻ്റെ മുൻപിൽ വളരെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വെളിപ്പെടുവാൻ പോകുന്ന അത്ഭുതവും അത്ര വലുതായിരിക്കും. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതം നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള സഹോദരി പിടിവിടാതെ വീണ്ടും കാത്തിരുന്നു. അവസാനമാണ് അവൾ യേശുവിനെ കുറിച്ചൊരു വർത്തമാനം കേട്ടത്. വർത്തമാനം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി, എൻ്റെ സമയം വന്നിരിക്കുകയാണ്, എൻ്റെ സൗഖ്യത്തിൻ്റെ സമയം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, ഈ വചന കേൾവി നിങ്ങളുടെ കാതുകളിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ സീസൺ വന്നിരിക്കുകയാണ്, നിന്റെ സമയം വന്നിരിക്കുകയാണ്, നിന്റെ സൗഖ്യത്തിന്റെ സീസൺ വന്നിരിക്കുകയാണ്, നിന്റെ അത്ഭുതത്തിന്റെ സീസൺ വന്നിരിക്കുകയാണ്. അത് ഏറ്റു പറയുക. അതാണ് അവൾ ചെയ്തത്. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അങ്ങനെയാണ് അവൾ ഓടിയത്. തിക്കിനും തിരക്കിലൂടെയും ഓടി വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊടുവാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് കർത്താവിനെ ഒന്ന് സ്പർശിക്കുവാൻ കഴിയുമെങ്കിൽ, കർത്താവുമായി ഒന്ന് കൂട്ടിമുട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടുത്തെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ പോകുകയാണ്. വൈദ്യുതിയിൽ കൈകൊണ്ട് തൊടുകയാണെങ്കിൽ ഷോക്കടിക്കുവാനിടവരും. വൈദ്യുതി ശരീരത്തിലേക്ക് പാസ് ചെയ്യുവാനിടവരും. കർത്താവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ നടക്കുകയാണ് എങ്കിൽ, ഒരു എൻകൗണ്ടർ നടക്കുകയാണ് എങ്കിൽ ഒരത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. അവിടുത്തെ ഗുണമേന്മകൾ നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ പോകുകയാണ്. അവിടുത്തെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പോകുകയാണ്. അവിടുത്തെ ലൈറ്റ്നസ് നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പോകുകയാണ്. അവിടുത്തെ സമാനത, ക്രിസ്തു സമാനത നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ പോകുകയാണ്. ഈ സഹോദരിയിൽ അതാണ് സംഭവിക്കുന്നത്. ആ സഹോദരി സ്പർശിച്ച നിമിഷത്തിൽ തന്നെ അവളിൽ ദൈവശക്തി കടന്നു വരുവാനിടയായി. ദൈവശക്തി കടന്നു വന്നപ്പോൾ ആ നിമിഷം തന്നെ അവൾ സൗഖ്യമായി. നോക്കുക, അവൾ ദൈവത്തിന്റെ വചനം, ദൈവത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് കേട്ടു. ആ വചനം ഏറ്റുപറഞ്ഞു. വചനം അവളിൽ ക്രിയ ചെയ്തു. ആ വചനം ക്രിയ ചെയ്യുക മാത്രമല്ല, അവൾ ഒരു കൂട്ടിമുട്ടലിന് തയ്യാറായപ്പോൾ അവളിലേക്ക് ദൈവത്തിന്റെ ശക്തി വന്നു, യേശുവിന്റെ ശക്തി വന്നു. ശക്തി വന്ന നിമിഷത്തിൽ തന്നെ രോഗശക്തി പുറത്തു പോകുവാനിടയായി. ആരൊക്കെയോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ശക്തി, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ചില പ്രത്യേകതരം ബ്ലഡ് ഡിസീസസിന് നിങ്ങൾ അടിമകളാകുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനിടവരട്ടെ. സ്പർശനം സംഭവിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പുറപ്പെടുവാനിടവരട്ടെ. ദൈവശക്തി വന്ന ആ നിമിഷത്തിൽ തന്നെ അവൾ സൗഖ്യം പ്രാപിച്ചു. ആ സൗഖ്യത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. അവൾക്ക് ലഭ്യമായത് എന്തൊക്കെയാണ്? സമാധാനം അവൾക്ക് ലഭ്യമായി, ബാധ ഒഴിഞ്ഞു. അതൊരു ബാധയായിരുന്നു. ചില രോഗങ്ങൾ ഒരു ബാധയാണ്. ആ ബാധ അവളെ ഒഴിഞ്ഞുപോയി. ബാധ ഒഴിഞ്ഞിട്ട് അവൾക്ക് കിട്ടുന്ന റെസ്റ്റ് ഉണ്ട്, സ്വസ്ഥത.
ആഴമേറിയൊരു സ്വസ്ഥത. ആ സ്വസ്ഥത നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കുവാനിട വരട്ടെ. ആഴമേറിയൊരു സ്വസ്ഥത, അസ്വസ്ഥമാക്കുന്നതും നിങ്ങളുടെ സഹിഷ്ണുതയെ കെടുത്തിക്കളയുന്നതും എല്ലാം നിങ്ങളെ വിട്ടുപോയി ആഴമേറിയൊരു സ്വസ്ഥത നിങ്ങളിൽ വ്യാപരിക്കുവാനിട വരട്ടെ. ഈ സഹോദരി അത്ഭുതത്തിന് സാക്ഷിയായ മറ്റൊരു അത്ഭുത വനിതയാണ്. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട അത്ഭുത വനിതയാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഈ സ്ത്രീരത്നം. ഞാൻ മുന്നോട്ട് പോകുന്നു. മറ്റൊരു സഹോദരിയെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സുറഫോയ്ക്കാരിയാകുന്ന കനാന്യ സ്ത്രീ, അവളെക്കുറിച്ച് ഒരു വിശേഷണം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. അവൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം പിടിച്ചെടുത്തവളാണ്. ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് വിട്ടുകൊടുക്കാതെ കർത്താവിൽ നിന്ന് പിടിച്ചെടുത്തവൾ. വചനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സാധാരണ മട്ടിൽ കാണുന്നവർ ആയാസരഹിതമായിട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നവരെ, അങ്ങനെയുള്ളവരല്ല കർത്താവിൽ നിന്ന് പല നന്മകളും പല വിടുതലുകളും സ്വീകരിക്കുവാൻ പോകുന്നത്. ബലാത്കാരേണ പിടിച്ചെടുക്കുക എന്ന ആ വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് കർത്താവിനോട് യോജിച്ച് നിൽക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിൽ നിന്ന് ദൈവികമാകുന്ന ഗുണമേന്മകൾ ലഭ്യമാകുന്നതുവരെയും അത് ലഭിക്കുവാൻ വേണ്ടി ദാഹത്തോടും വിശപ്പോടും കൂടെ കർത്താവിനെ അനുഗമിക്കുക. അങ്ങനെയുള്ളവർ പിടിച്ചെടുക്കുന്നവരാണ്. ഇവളെ ശ്രദ്ധിക്കുക. സുറഫോയ്ക്കാരിയാകുന്ന കനാന്യ സ്ത്രീ, അവളുടെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്. അവളുടെ മകളുടെ വിടുതലിന് വേണ്ടി അവൾ കർത്താവിൻ്റെ അരികിൽ വരികയാണ്. കർത്താവിൻ്റെ അരികിൽ വന്നതിന് ശേഷമായിട്ട് അവൾ കർത്താവിനോട് അപേക്ഷ പറയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് അവൾ പറഞ്ഞത് ഏറ്റുപറയുകയാണ്. പക്ഷേ യേശു അതിനോട് പ്രതികരിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവൾ യേശുവിനോട് നിലവിളിച്ചപ്പോഴാണ് യേശു പ്രതികരിക്കുന്നത്. പ്രത്യേകമായി യേശു അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇത് മക്കളുടെ അപ്പമാണ്, നായ്ക്കുട്ടികൾക്ക് എടുത്തു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ മതി അവൾക്ക് പിന്മാറിപ്പോകുവാൻ, വേണ്ടെന്ന് വയ്ക്കുവാൻ. ഇത് ലഭിക്കുകയില്ല, ഇതിനു വേണ്ടി ഞാൻ ഇനിയും വലിയ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുവാൻ ആ ഒരൊറ്റ കാര്യം മതി. പ്രിയമുള്ളവരെ, അങ്ങനെ ആകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, ഒരു നിരുത്സാഹം വന്നു. അതിനാൽ നിങ്ങൾക്ക് ഇന്ന് വെളിപ്പെട്ടിരിക്കുന്ന ആത്മീയത, ആ ആത്മീയതയിൽ നിന്നും നിങ്ങൾ പിന്മാറരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറയ്ക്കരുത്. കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്നു വരിക. കൂടുതൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മുട്ടുമടക്കുക. ലഭ്യമായത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, ചില നിരുത്സാഹങ്ങൾ വന്നുപോയി എന്നതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് കളയരുത്. ഇവളിൽ കണ്ട ഏറ്റവും നല്ല ഗുണമേന്മ അതാണ്. എല്ലാ നിരുത്സാഹങ്ങളും വെളിപ്പെട്ടപ്പോഴും അവൾ അതിനെ ഉപേക്ഷിക്കാതെ വീണ്ടും കർത്താവിൻ്റെ പിന്നാലെ നടന്നതിന് ശേഷം കർത്താവിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ വേണ്ടി അവൾ ഒരു പ്രസ്താവന നടത്തുകയാണ്. കർത്താവേ, നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുവല്ലോ. ആ വാക്കിൻ്റെ മുമ്പിൽ കർത്താവിന് പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവിന് മനസ്സിലായി, ഇവളിൽ വെളിപ്പെട്ടിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് സാധാരണമാകുന്ന ഒരു വിശ്വാസമല്ല, അസാധാരണമാകുന്ന ഒരു വിശ്വാസമാണ്. ഉടനടി തന്നെ കർത്താവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ്. നീ പ്രതീക്ഷിച്ച അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കുമാറാകട്ടെ എന്ന് കർത്താവളെ നോക്കി ഉത്തരം പറയുകയാണ്. നിങ്ങൾക്ക് പിടിച്ചെടുക്കുവാനുള്ള ധൈര്യമുണ്ടോ? കർത്താവിൽ നിന്ന് ശ്രേഷ്ഠമായത്, മെച്ചമായത്, ഉന്നതമായത് പിടിച്ചെടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവോ? വിട്ടുകൊടുക്കാതെ അവനെ അനുഗമിച്ച്, കർത്താവേ, ആ അപ്പനുറുക്കുകൾ മതി, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ മതി, അതെനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം എന്നിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്. പിടിച്ചെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഡിറ്റർമിനേഷനിൽ, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ അനുഗമിക്കുകയാണ് എങ്കിൽ അവിടുത്തെ നന്മകൾ ഒരു പ്രവാഹം പോലെ നിങ്ങളിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഉദാസീനന്മാരുടെ വഴിയല്ല, മടിയന്മാരുടെ വഴിയല്ല, ഇത് ഉത്സാഹികളുടെ വഴിയാണ്, ഇത് അധ്വാനികളുടെ വഴിയാണ്, ഇത് കഠിനാധ്വാനികളുടെ വഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്സാഹം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ
നിങ്ങളുടെ അധരം തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിനു വേണ്ടി നിങ്ങൾ ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ പോകുകയാണ്. ബർത്തലമായിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണമേ. ചുറ്റുമുള്ളവർ അവനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക, നിശബ്ദനാകുക, മിണ്ടാതിരിക്കുക. എന്നാൽ അവൻ എന്താണ് ചെയ്തത്? ആളുകൾ പറഞ്ഞത് അവൻ കാര്യമാക്കാതെ അവൻ ഏറെ ശബ്ദമുയർത്തി കർത്താവിനോട് നിലവിളിക്കുവാനിടയായി. അവന് വേണ്ടി കർത്താവ് നിന്നത്, അവൻ പിന്മാറാതെ, നിരുത്സാഹമുള്ളവനായി തീരാതെ, ഉദാസീനതയോടുകൂടെ വേണ്ടെന്ന് വയ്ക്കാതെ തൻ്റെ ശബ്ദമുയർത്തി കർത്താവിനെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഈ സഹോദരി അനുഗ്രഹം പിടിച്ചെടുത്തതുപോലെ അവൻ കർത്താവിൽ നിന്ന് ആ സൗഖ്യം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ 3 സഹോദരിമാർ ചെയ്തതുപോലെ നിങ്ങൾ കർത്താവിനോട് പ്രതികരിക്കുക. ഹന്നയെ പോലെ പ്രാർത്ഥിക്കുക, ഹന്നയെ പോലെ പ്രാർത്ഥിക്കുക. 12 വർഷം രക്തസ്രവമുള്ള സഹോദരിയെ പോലെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുക. സുറോഫൈക്കാരിയാകുന്ന കനാന്യ സ്ത്രീയെ പോലെ നിങ്ങളുടെ അനുഗ്രഹം പിടിച്ചെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഇവരെ സ്പർശിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവർക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി വന്ന് അവരായിരിക്കുന്ന മുറിയിൽ, അവരായിരിക്കുന്ന ഇടത്ത് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നുവല്ലോ. യേശുവിൻ നാമത്തിൽ തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ ലഭിക്കുവാനിടവരട്ടെ. കർത്താവെ, അവർ കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകുവാനിടവരട്ടെ. കാലുകളുടെ തളർച്ചകൾ അപ്രത്യക്ഷമാകുവാനിടവരട്ടെ. ബ്ലഡ് ഡിസീസസുകൾ അപ്രത്യക്ഷമാകുവാനിടവരട്ടെ. കൊടിഞ്ഞി തലവേദനകൾ, മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നെർവ്സിന് ബാധിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനിടവരട്ടെ. കർത്താവെ, അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം നേരിടുന്നവർ, ഭൂതബാധകളാൽ ബന്ധിക്കപ്പെട്ടവർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടുവാനിടവരട്ടെ. കടഭാരത്താൽ ജീവിതത്തിൽ വ്യാകുലത അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ അതവരെ വിട്ടുപോകുവാനിടവരട്ടെ. അവരുടെ ഹൃദയം സ്വസ്ഥത അനുഭവിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ. കർത്താവ് പച്ചൻ അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു അത് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാത്ഭുതം ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക. ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കണം. വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം പുതുതാക്കുവാൻ പോകുന്നു. ഗാഡ് ബ്ലസ് യു. ആമേൻ.